അധ്യക്ഷൻ, ഈ വേദിയിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കെ ടി ജലീൽ, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് പി കെ മോഹൻദാസ്, പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സഖാവ് ടി പി നജ്മുദ്ദീൻ, ഈ പുളിക്കൽ പഞ്ചായത്തിൻ്റെ ചരിത്രം തിരുത്തിയ 5 പതിറ്റാണ്ടിലധികം നീണ്ട ഈ നാടിൻ്റെ ദുരവസ്ഥക്ക് മാറ്റം വരുത്താൻ ചുകപ്പിൻ്റെ പോരാളികളായി നമ്മെ നയിക്കുന്ന ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട ഈ പഞ്ചായത്ത്, പുളിക്കൽ പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, അപ്പുറത്തെവിടെയെങ്കിലും മാറി നിന്ന് നമ്മെ കേൾക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകരായ സുഹൃത്തുക്കളെ, അപ്പുറത്തൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു വേദിയിൽ നിങ്ങളെ ചുവന്ന കൊടി നൽകി സ്വീകരിക്കാൻ ഈ പ്രസ്ഥാനം കാത്തു നിൽക്കുന്നുണ്ട്. ഈ നാടിനകത്ത് നാളെ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നെറികെട്ട രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലീഗിൻ്റെ ചെറുപ്പക്കാർ നെറികേടിൻ്റെ പച്ചപ്പതാക വലിച്ചെറിഞ്ഞ് നമ്മുടെ കൂടെ വരുന്ന കാലം വിദൂരമല്ല എന്നടയാളപ്പെടുത്തുന്നതാണ് പുളിക്കൽ പഞ്ചായത്തിലെ ഈ വിജയം. നമ്മളിങ്ങനെ വിജയത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവൻ, ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിനോടൊപ്പം ആഘോഷിക്കേണ്ടവൻ, നമ്മുടെ കൂടപ്പിറപ്പായ സഖാവ് ഔഫ് അബ്ദുറഹ്മാൻ ഇന്ന് ഓർമ്മയാണ്. ഈ കൊടി പിടിച്ചു എന്ന കുറ്റത്തിനാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റി എന്ന ഒരൊറ്റ പാപത്തിനാണ് ഞങ്ങളുടെ കൂടപ്പിറപ്പായ സഖാവിനെ കൊന്നു തള്ളിയത് ആ തമ്മാടിക്കൂട്ടം. അവരോടൊറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 131 ദിവസത്തിനുള്ളിൽ ഈ കേരളത്തിനകത്ത് കൊല്ലപ്പെട്ടത് 6 സഖാക്കളെയാണ്, 6 പേരെയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ കൊന്നു തള്ളിയത് അവർ ഇടതുപക്ഷമായി എന്ന ഒറ്റ കാരണം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ഈ നാടിന്റെ മോചനം കിനാബു കണ്ട നൂറുകണക്കിന് സഖാക്കളുണ്ട്. ആ സഖാക്കൾ രക്തസാക്ഷികളാകുമ്പോ ആ രക്തസാക്ഷികളുടെ മുന്നിൽ ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രക്തം ചിന്തിയവർ അവരെത്ര വലിയവരാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവരോട് കാലം കണക്ക് ചോദിക്കാതിരിക്കില്ല. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടുമില്ല. ഈ ചുവന്ന പതാക ഇങ്ങനെ പകുതി താഴ്ത്തിക്കെട്ടി എല്ലാ കാലവും ഇങ്ങനെ ഞങ്ങൾക്ക് കുനിഞ്ഞിരിക്കാനാവില്ല. നെഞ്ചത്ത് കറുത്ത ബാഡ്ജ് കുത്തി എന്നെന്നും കരഞ്ഞിരിക്കാനും ഇടതുപക്ഷമായി എന്ന കാരണം കൊണ്ടാവില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ സഖാക്കളെ കൊന്നുതള്ളുന്ന തമ്മാടിക്കൂട്ടമേ, ഓർക്കുക, കാലം നിങ്ങളോട് കണക്ക് ചോദിക്കുന്ന കാലം വരും. ഞാനതിനെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു പോവണം എന്നാഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം ഈ നാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഈ നാടിനകത്തെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോട് ഈ നാടിനകത്തെ സാധാരണക്കാർ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഗവൺമെന്റ് മോശമായതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് നൽകില്ല എന്ന്. നോക്കൂ, നിങ്ങൾ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും സാധാരണക്കാരനായ മനുഷ്യൻ ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലുന്ന ഇടതുപക്ഷ പ്രവർത്തകരോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം മോശമാണ്, നിങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങൾക്കൊന്നും തന്നില്ല, അതുകൊണ്ട് വോട്ട് തരില്ല എന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഈ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഈ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്. ഈ നാടിനകത്തെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ ചേർത്തു പിടിക്കുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ നാടിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ നാട് നെഞ്ചോട് ചേർത്തു പിടിച്ചത്. കേരളത്തിനൊരു പടനായകനുണ്ട്, ആ പടനായകന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. ആ പിണറായി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരാളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു നിലപാടുണ്ട്.
ആ നിലപാട് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്. ആ നിലപാട് തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും നിലപാട്. ആ നിലപാട് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ്. ഇടനെഞ്ചിലേക്ക് വെടിയേറ്റു വീണ് നമ്മുടെ നാടിനു വേണ്ടി രക്തസാക്ഷിയായ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്തായിരിക്കണം വികസനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് വികസനം എന്ന ചോദ്യത്തിന് ഗാന്ധി പറഞ്ഞ കാഴ്ചപ്പാടുണ്ട്. അതാണ് ഇടതുപക്ഷത്തിന്റെയും കാഴ്ചപ്പാട്. ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും പരമദരിദ്രനായ മനുഷ്യന് എങ്ങനെ ഗുണപ്രദമാകും എന്ന ആലോചനയോടെ വേണം ഒരു വികസന പദ്ധതി നടപ്പിലാക്കാൻ. ഒരാൾ ഭരണാധികാരിയായാൽ, വാർഡ് മെമ്പറായാൽ, MP ആയാൽ, MLA ആയാൽ, മറ്റ് ഉന്നത സ്ഥാനങ്ങളിലെത്തിയാൽ, നിങ്ങൾ ഭരണാധികാരിയായാൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും പരമദരിദ്രനായ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എങ്ങനെ ഉപകാരമാകും, ഗുണം ചെയ്യും എന്ന ആലോചനയോടെയാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാടിന് അതിതീക്ഷ്ണമായ പ്രതിസന്ധികളിലൂടെ നമ്മുടെ നാട് കടന്നുപോയി. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുരിത കാലഘട്ടങ്ങളിലൂടെ ഇന്ത്യ മഹാരാജ്യം കടന്നുപോയി, ലോകം കടന്നുപോയി. കോവിഡ് എന്ന മഹാമാരി ഈ രാജ്യത്തെ ആകെ വിഴുങ്ങിയപ്പോ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന -23 എത്തി നിന്നപ്പോ രാജ്യത്തിന്റെ തെരുവുകളിൽ നമ്മൾ കണ്ടതാണ് നൂറുകണക്കിന് മനുഷ്യർ, നിക്കക്കള്ളിയില്ലാതാകുന്ന മനുഷ്യർ. അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ, നിക്കക്കള്ളിയില്ലാതാവുക. അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ എവിടെയും നിൽക്കാനാവാതെ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തിന്റെ തെരുവിലുണ്ട്. അങ്ങനെ ഒരാളെ ഈ കേരളത്തിന്റെ തെരുവിൽ നമുക്ക് കാണിച്ചു തരാനാമോ? നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിൽ പട്ടിണി കിടന്ന മരിച്ചു വീണ മനുഷ്യരുണ്ട്. പട്ടിണി കൊണ്ട് തന്റെ കൂടെ നടന്ന കൂടപ്പിറപ്പ്, തന്റെ കൂടെയുള്ള പ്രായമായവർ മരിച്ചു വീഴുമ്പോ അവരുടെ നാവിന്റെ തുമ്പത്ത് ഒരു തുള്ളി വെള്ളം പോലും വെച്ചുകൊടുക്കാനാവാതെ പിടയുന്ന മനസ്സോടെ അത് കണ്ടു നിൽക്കേണ്ടി വന്ന മനുഷ്യരുണ്ടായിരുന്നു ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ തെരുവുകളിൽ എവിടെയെങ്കിലും ഒരു നിമിഷമെങ്കിലും പട്ടിണി കിടക്കേണ്ടി വന്ന ഒരാളെ ഈ നാടിനകത്തെ ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാനാവുമോ? ഈ കോവിഡ് കാലത്ത് കോവിഡ് വന്നു, നമ്മുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടു. കോവിഡ് വന്നു, നമ്മുടെ വരുമാനം നിലച്ചുപോയി. പക്ഷേ കൊറോണ കാലത്ത് ഈ കേരളത്തിന്റെ തെരുവിനകത്ത് ഒരാള് പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ അതിനൊരു കാരണമുണ്ട്. അത് ഈ കേരളത്തിൽ പട്ടിണി എന്തെന്ന് ജീവിതം കൊണ്ടറിഞ്ഞ ഒരു മനുഷ്യൻ നമ്മെ നയിക്കാനുണ്ട്. മുണ്ടയിൽ കോരേട്ടൻ എന്ന ചെത്തുതൊഴിലാളിയായ, തെങ്ങ് കയറ്റ തൊഴിലാളിയായ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മകൻ ഇന്ന് കേരളത്തിന്റെ അഭിവന്ദ്യനായ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ പടത്തലവനാണ് സഖാവ് പിണറായി വിജയൻ. ആ പിണറായി ഭരിക്കുന്ന കേരളം, ആ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരാരോപണവും ഉന്നയിക്കാനില്ലാത്തവർ, ഇടതുപക്ഷ സർക്കാരിനെതിരെ സത്യസന്ധമായ ഒരു വിമർശനവും ഉന്നയിക്കാനില്ലാത്തവർ നുണപ്രചരണങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പലതും നടത്തി. അതുമേറ്റില്ല. അങ്ങനെ വന്നപ്പോഴാണ് അവസാനം RSSകാരന്റെ വക അവന്റെ ശക്തിയുള്ള സ്ഥലങ്ങളിൽ, കോൺഗ്രസിന്റെ വക അവരുടെ കേന്ദ്രങ്ങളിൽ, മുസ്ലിം ലീഗുകാരന്റെ വക അവന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നുതള്ളുകയാണ്. അങ്ങനെ കൊന്നുതള്ളാൻ കൂട്ടുപിടിക്കുന്ന ആളുകൾ ഓർക്കുക, ഇടതുപക്ഷമാണ്. നിങ്ങൾ ഒരു ചെടിക്കൊരു പേരുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരു സാധാരണ ചെടിയാണ്. ആ ചെടിയുടെ പേര് കമ്മ്യൂണിസ്റ്റപ്പ എന്ന. എന്താ കമ്മ്യൂണിസ്റ്റപ്പയുടെ പ്രത്യേകത? എത്രയെത്ര വെട്ടിക്കളഞ്ഞില്ലാതാക്കാൻ ശ്രമിച്ചാലും ആ അപ്പച്ചെടി പിന്നെയും പിന്നെയും മുളച്ചു പൊങ്ങും. അതുകൊണ്ടാണ് അതിന് കമ്മ്യൂണിസ്റ്റപ്പ എന്ന് പേരിട്ടത്. നിങ്ങൾ എത്രമേൽ ഞങ്ങളെ കൊന്നുതള്ളാൻ ശ്രമിച്ചാലും, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഔഫ് ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾ എത്ര തവണ കൊന്നുതള്ളാൻ ശ്രമിച്ചാലും, പ്രിയപ്പെട്ടവരെ, ഈ പതാക പിടിക്കാൻ, ഈ ചെമ്പതാക പിടിക്കാൻ ഇനിയും മണ്ണിൽ ജീവനുള്ള കാലം വരെ ഈ നാടിനകത്ത് മനുഷ്യരുണ്ടാവും. അത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകതയാ. അപ്പോഴാ ചിലര് വരുന്നത്, അത് വേറെ പാർട്ടിക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, SSF എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ DYFIയുടെ മെമ്പർഷിപ്പിലുണ്ട്. CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും CPMന്റെ മെമ്പർമാരാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത
അത് മുസ്ലിം ലീഗിനെ പോലെ എപ്പ വന്നാലും മെമ്പർഷിപ്പ് കിട്ടുന്ന ഒരു പാർട്ടിയല്ല, ബിരിയാണിയല്ല ഞങ്ങളുടെ മെമ്പർഷിപ്പിന്റെ മാനദണ്ഡം. അതുകൊണ്ട് CPIM എന്ന പാർട്ടിയിൽ മെമ്പറാവുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ DYFI ഞങ്ങളുടെ ബഹുജന പ്രസ്ഥാനങ്ങൾ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ്. ആ അബ്ദുറഹ്മാൻ ഔഫ് SYSന്റെയും പ്രവർത്തകനാണ്. SYSന്റെ പ്രവർത്തകനായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ കൂടെ DYFIയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ മറ്റേതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത് വർഗീയ സ്വഭാവമുള്ള സംഘടനകളിലാണ്, ഭീകര സ്വഭാവമുള്ള സംഘടനകളിലാണ്. അല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി DYFIയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാൽ അത് തെറ്റാണെന്ന് ഈ സംഘടന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കൊന്നുതള്ളിയവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനു മുമ്പും കൊന്നുതള്ളിയിട്ടുണ്ട്. SSFകാരനായതുകൊണ്ടും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷക്കാരനായതുകൊണ്ടും നിങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പും കൊന്നുതള്ളിയിട്ടില്ലേ? ഇതുപോലെ ഒരു പള്ളിയുണ്ട് കുണ്ടൂരിൽ. ഈ കേരളം കണ്ട ആദരണീയനായ ഇവിടുത്തെ ഉസ്താദന്മാരുടെ ഉസ്താദായ ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു നമ്മുടെ വെന്നിയൂർ കുണ്ടൂരിൽ. ആ കുണ്ടൂരിൽ അദ്ദേഹം അറിയപ്പെട്ടത് കുണ്ടൂർ ഉസ്താദാണ്. കുണ്ടൂർ ഉസ്താദിന്റെ പൊന്നോമന പുത്രൻ കുഞ്ഞുവിനെ പരിശുദ്ധ റമദാനിന്റെ 27-ാം രാവിന്റെ അന്ന് പള്ളിയുടെ ഉള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ തമ്മാടിക്കുട്ടങ്ങളാ ഇവിടുത്തെ ലീഗുകാരൻ. അവരുടെ സ്വീകരണ യോഗം വെന്നിയൂരങ്ങാടിയിലുണ്ടായി. സ്വീകരണ യോഗം വെന്നിയൂരങ്ങാടിയിൽ. ഈ കൊലയാളികൾ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ അവരുടെ സ്വീകരണ യോഗം നടന്നത് നമ്മുടെ കക്കാടടുത്ത് വെന്നിയൂര. ആ വെന്നിയൂരിലെ സ്വീകരണ യോഗത്തിനകത്ത് ആ കൊലയാളികൾക്ക് കുണ്ടൂരിലെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ആദരണീയനായ ഇസ്ലാം മത പണ്ഡിതൻ കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ പോയ തമ്മാടികൾ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ അവർക്ക് പച്ചമാലയിട്ട് സ്വീകരിച്ചത് ഇപ്പോ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചാടാൻ ശ്രമിക്കുന്ന ഈ കുഞ്ഞാലിക്കുട്ടിയുണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടിയ. അങ്ങനെയുള്ള ആളുകൾ നയിക്കുന്ന ഈ പ്രസ്ഥാനം മുസ്ലിം ലീഗ് നെറികേടിന്റെ ആൾ രൂപമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് നെറികേടുകൾ മാത്രം ചെയ്യുക. നോക്കൂ, RSSന്റെ കൂടെ നിന്നവരാ. ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയൊക്കെ കലാപം ഉണ്ടാക്കണം, എവിടെയൊക്കെ മനുഷ്യരെ മതം പറഞ്ഞ് കൊന്നുതള്ളണം എന്ന് RSS ആലോചിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് നാഗ്പൂരാണ്. ഇന്ത്യയിലെ RSSന്റെ ഭരണസിര കേന്ദ്രമാണ് നാഗ്പൂർ. ആ നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഈ കഴിഞ്ഞ കാലത്ത് 4 വർഷങ്ങൾക്ക് മുമ്പ് നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത BJPയും RSSും അവർക്ക് ഭരിക്കാൻ പിന്തുണ കൊടുത്തത് ഈ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ നാഗ്പൂരിലെ 3 മെമ്പർമാരാ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെയാണ് RSSന്റെ ഭരണസിരാ കേന്ദ്രമായ നാഗ്പൂരിൽ RSSകാരൻ ഭരിച്ചത് എന്ന കാര്യം മറന്നു പോകരുത്. ശിവസേനയുമായി സഖ്യമുണ്ടാക്കി മുംബൈ കോർപ്പറേഷനിൽ ഭരണം പങ്കിട്ടവന്റെ പേരാണ് മുസ്ലിം ലീഗ്. എന്തിനധികം മാധവൻ കുട്ടി എന്ന RSSകാരനെ നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് 991 ബേപ്പൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ കോണിച്ചിഹ്നത്തിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത ഡോക്ടർ ആലിക്കുട്ടി എന്ന സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് അവിടേക്ക് RSSന്റെ മാധവൻ കുട്ടിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നവന്റെ പേരാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ നെറികേടിന്റെ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ, മലപ്പുറത്തെ ജനങ്ങൾ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ്, ഉദാഹരണമാണ് നമ്മൾ ഈ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കണ്ടത്. എന്തൊക്കെ പറഞ്ഞതാ, എന്തൊക്കെ കാട്ടിക്കൂട്ടിയതാ. നിങ്ങളെ ജയിക്കൂ എന്ന് അഹങ്കരിച്ച് നടന്നില്ലേ കുറെ കാലം. എന്നാൽ എല്ലാ കാലവും ഈ നാട്ടിലെ ജനങ്ങൾ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികളിൽ മാത്രം പങ്കെടുക്കുന്നവരാണ്, അതുപോലെയുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ ജനങ്ങൾക്ക് തലച്ചോറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്കില്ലേ, ചിന്തിക്കൂ, ചിന്തിക്കുന്ന മനുഷ്യന് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കാൻ തലച്ചോറുള്ള മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടായി വരുന്നുവോ അവിടെയൊക്കെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നെറികേട് ഈ നാടിനകത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്തു ജനങ്ങൾ. ഈ മണ്ണിനകത്തെ ജനങ്ങൾ
ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. ഇടതുപക്ഷത്തിന്റെ കൂടെ ജനങ്ങൾ നിൽക്കുകയാണ്. ഇടതുപക്ഷമാണ് ശരി എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അല്ല, ഇത് വലിക്കുന്നു. ഇടതുപക്ഷം മാത്രമാണ് ശരി എന്ന ജനങ്ങളുടെ ഉത്തമ ബോധ്യം ഈ മണ്ണിനകത്ത് വളർന്നു വരികയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ രീതിയിൽ ഇടതുപക്ഷ തരംഗമുണ്ടായത്. ഇടതുപക്ഷത്തിന്റെ തരംഗമുണ്ടാകുമ്പോ ഇപ്പോഴും എല്ലാ സീറ്റ് നമ്മുടെ നാട്ടിൽ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും ഒക്കെ മത്സരിക്കാൻ ഒരേ ആളുകൾക്ക് പറ്റുമെങ്കിൽ മുസ്ലിം ലീഗിലെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഈ ജന്മം ഏതെങ്കിലും ഒരു സീറ്റ് മത്സരിക്കാൻ പോലും കിട്ടും എന്ന് വിചാരിക്കേണ്ടതില്ല. നോക്കൂ നിങ്ങൾ ഇടതുപക്ഷത്തേക്ക്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈ കേരളത്തിലെ ഏറ്റവും ശക്തമായ കോർപ്പറേഷനുകളിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തേക്ക് ഞങ്ങൾ പരിഗണിക്കുന്നത് വെറും 21 വയസ്സുള്ള RSSനെ നേരിടാൻ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അഖിലേന്ത്യ CPM-ന്റെയോ DYFI-യുടെയോ എന്തിന് SFI-യുടെയോ പോലും നേതാവല്ല. ഞങ്ങളുടെ ഏറ്റവും ചെറിയ സംഘടന, ഞങ്ങളുടെ കുട്ടികളുടെ സംഘടന, ബാലസംഘം എന്ന കുട്ടികളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് മേയറാണ്. തിരുവനന്തപുരത്തിന്റെ മേയറായി CPIM ഇടതുപക്ഷം അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഖാവ് രമ്യയെ, അതാണ് ഇടതുപക്ഷത്തിന്റെ ബദൽ. ഇടതുപക്ഷം ഇങ്ങനെ ചെറുപ്പക്കാരെ ഉൾക്കൊള്ളുമ്പോ കേരളത്തിന്റെ മത്സര രംഗത്തേക്ക് ഇടതുപക്ഷം എല്ലാ വിഭാഗം ജനങ്ങളെയും മത്സരിപ്പിക്കുകയാണ്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും അറ്റത്തുള്ള വഴിക്കടവ് ഗ്രാമപഞ്ചായത്താണ്. ഞങ്ങളുടെ വഴിക്കടവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറെ അഭിമാനത്തോടെ അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ പേര് സഖാവ് സുധീഷ് എന്നാണ്. സുധീഷിന്റെ പ്രത്യേകത, നമ്മുടെ നാടിനകത്ത് നമ്മളൊക്കെ സാധാരണ വീടുകളിലാണ് താമസിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും ഗുഹകളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. ചോലനായിക്കർ വിഭാഗത്തിൽപ്പെട്ട ഗുഹാവാസിയായ ഇപ്പോഴും പരമ്പരാഗത ജീവിതം ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ചോലനായിക്കർ സമുദായത്തിൽപ്പെട്ട സഖാവ് സുധീഷ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഇവിടെ ആദിവാസിക്കിടയുണ്ട്, ഇവിടെ ദളിതർക്കിടമുണ്ട്, ഇവിടെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ഇടമുണ്ട് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇടതുപക്ഷം ബദൽ ഈ നാടിനകത്ത് ശക്തിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സെമി ഫൈനലാണ്. ഈ സെമി ഫൈനലിൽ നമ്മൾ വലിയ ഗോളോടുകൂടി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷം സെമി ഫൈനലിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒന്ന് വോട്ട് ചെയ്യണമെന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങി പറഞ്ഞിട്ടേ ഉള്ളൂ, ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ല. എല്ലാ നാട്ടിലും വന്ന് വോട്ട് ചോദിക്കാൻ സഖാവ് പിണറായി വിജയൻ എന്ന ഞങ്ങളുടെ നേതാവ് എല്ലാ സ്ഥലത്തേക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല. ഇനി ഞങ്ങളുടെ ക്യാപ്റ്റൻ കൂടി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ഫൈനലിൽ നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ വരുമ്പോൾ ഉറപ്പിച്ചോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തോറ്റു തുന്നമ്പാടി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാതാവുന്ന ഒരു കാലം വരും. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷം ഈ നാടിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ബദലാണ്. ഞാൻ ഈ നാടിനോട് പറയുന്നത്, ഇനി വരാനിരിക്കുന്നത് അടുത്ത മെയ് മാസത്തിൽ നമ്മുടെ കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഈ മണ്ണിനകത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കണം. കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അവർ ജയിക്കാൻ ആവശ്യമായ പ്രവർത്തനം ഈ നിമിഷം മുതൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ വലിയ മുന്നേറ്റമുണ്ടാവും. കാരണം ഇടതുപക്ഷം തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായ കുറച്ചാളുകളുടെ ആവശ്യമല്ല, ഒന്നോ രണ്ടോ ആളുകൾക്ക് ജയിക്കാൻ വേണ്ടിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ണിനകത്ത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്, മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് മാത്രം ജയിക്കാനല്ല, നമ്മുടെ നാട് തോറ്റുപോവാതിരിക്കാനാണ്, നമ്മുടെ അടുക്കളകൾ അടച്ചുപൂട്ടാതിരിക്കാനാണ്, നമ്മൾ പട്ടിണി കിടക്കാതിരിക്കാനാണ്, നമ്മുടെ ആശുപത്രികളിൽ ഡോക്ടർമാരുണ്ടാവുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഞാൻ വരുന്ന ഞങ്ങളുടെ വഴിക്കടവ് ഉൾപ്പെടെ ഞാൻ
മലയോര മേഖലയാണ്. അങ്ങനെ ഇവിടെയും കൃഷിക്കാരുണ്ട് അല്ലേ. കുറെ കാലത്തിന് ശേഷമാണ് കാര്യമായിട്ട് പ്രസംഗിക്കുന്നത്. അതിന്റെ ഒരു കുഴപ്പമുണ്ട്, മൈക്കും ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ വെള്ളം കുഴപ്പമില്ല, വെള്ളത്തിന്റെ കുഴപ്പമില്ല. ഇവിടെ കൃഷിക്കാരുണ്ടാവും, വാഴക്കൃഷി ഇറക്കണമല്ലോ അല്ലെ, പലതരം കൃഷിക്കാരുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ അതിശക്തമായ കർഷക സമരം നടക്കുക ഡൽഹിയിൽ. ആ കർഷക സമരം നടക്കുമ്പോ കേരളത്തിൽ എന്തേ കർഷകരൊന്നും സമരത്തിനിറങ്ങാത്തത് എന്ന ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJP-ക്കാരും ഒക്കെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നവരോട് ഈ നാട്ടിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളുണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം എങ്ങനെയാണ് ജനങ്ങളെ ചേർത്തുപിടിക്കുന്നത് എന്നതിന്റെ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ വാഴക്കൃഷി നടത്തുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടാവും. ഒരു വാഴ നട്ടിട്ട് ഒരാൾക്ക് മിനിമം 10 വാഴ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10 വാഴയെങ്കിലും നട്ട് വളർത്തുന്ന ഒരാൾ ഒരു വാഴ അത്യാവശ്യം വളർന്നു വന്നാൽ 3 രൂപ ഇൻഷുറൻസ് ചെയ്താൽ കൃഷിക്കാരുണ്ടാവും, അവർക്കറിയാം 300 രൂപയാണ് ഒരു വാഴ നശിച്ചു പോയാൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ കേരളത്തിലെ കാർഷിക മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന മാറ്റമാണ്. 17 ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഈ കേരളത്തിൽ നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. രാജ്യം മുഴുവൻ കർഷകർ അവർക്ക് ജീവിക്കാൻ വകയില്ലാതെ അവരുടെ ജീവിതം തകർക്കുന്ന ഭരണകൂടമുണ്ടാകുമ്പോൾ കാർഷിക മേഖലയെ ഉൾപ്പെടെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട് ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ കൂടെയല്ലാതെ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? നമ്മൾ ആരെ വിജയിപ്പിക്കും? പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന ഫൈനലിൽ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ എങ്ങാനും പരാജയപ്പെട്ടാൽ ഓർക്കുക, കോവിഡ് ഇനിയും മറ്റു പല രൂപങ്ങളിൽ നമ്മുടെ നാടുകളിലേക്ക് വരും. പലതരം പ്രതിസന്ധികൾ നമ്മുടെ നാടുകളിൽ ആവർത്തിക്കും. അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന കാലത്ത് നമ്മുടെ ജീവിതം പട്ടിണിയിലേക്ക് പോവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ നാടിനകത്തെ സാധാരണക്കാരാണ്. പട്ടിണി കിടന്ന് സാധാരണ മനുഷ്യർ മരിച്ചു വീഴുന്ന ഒരു ഇന്ത്യയുണ്ട് നമ്മുടെ മുന്നിൽ. അങ്ങനെ നമ്മുടെ കേരളം മാറാതിരിക്കണമെങ്കിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഈ മണ്ണിനകത്ത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഇടതുപക്ഷ ബദലാണ് എന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണം. അപ്പോഴാ ചിലര് പറയാ, ഞങ്ങളുടെ നികുതി പണമല്ലേ. പഞ്ചായത്ത് ഇലക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല. പല നാടുകളിൽ ലീഗിന്റെ പ്രവർത്തകർ, കോൺഗ്രസുകാർ പോയിട്ട് പറയാണ് നികുതിപ്പണമാണ്, നികുതിപ്പണം. ആരുടെ നികുതിപ്പണം? പ്രിയപ്പെട്ടവരെ, നികുതിപ്പണം കൊണ്ടാണ് കിറ്റുകൾ നൽകിയതെങ്കിൽ, നികുതിപ്പണം കൊണ്ടാണ് ഇതുപോലെ റേഷൻ സംവിധാനങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തതെങ്കിൽ, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നികുതിയുണ്ട്. കേരളമല്ല, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ എവിടെയൊക്കെയാണ് ഈ കിറ്റ് നൽകുന്ന സംവിധാനമുള്ളത് എന്നിവിടുത്തെ ലീഗും കോൺഗ്രസും പറ. നികുതിപ്പണമല്ല, നിങ്ങളൊക്കെ കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞ് സർക്കാരിന്റെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് തടയാൻ വേണ്ടി നിങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞ ആ രേഖയുണ്ടല്ലോ, സാലറി ചാലഞ്ചിന്റെ രേഖ. ആ സാലറി ചാലഞ്ച് കത്തിച്ചു കളഞ്ഞ UDF-കാർ, കോൺഗ്രസുകാർ, മുസ്ലിം ലീഗുകാർ നമ്മുടെ മുന്നിലുണ്ട്. അവർ കൊടുക്കാതിരുന്നിട്ടും ഈ നാടിനകത്തെ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ഒരു നേരത്തെ അധ്വാനത്തിന്റെ, അവർ കൂലിപ്പണിയെടുത്ത പൈസ ഈ നാടിനകത്തെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയപ്പോ ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇന്ന് നമുക്ക് ഈ കേരളത്തിനകത്ത് കിറ്റുകൾ നൽകാനും ഈ കേരളത്തിനകത്തെ സാധാരണക്കാരനെ പട്ടിണിക്കിടാതിരിക്കാനുമുള്ള പണം കേരളത്തിലെ ഗവൺമെന്റ് സ്വരുക്കൂട്ടിയത്. അത് നികുതിപ്പണം മാത്രമല്ല, നികുതിപ്പണമാണ് എന്ന് പറയുന്നവർ നികുതിപ്പണം കൊണ്ടും ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നതോ മുസ്ലിം ലീഗിന്റെ നികുതിപ്പണം എന്ന് പറഞ്ഞാൽ കമ്പിയില്ലാത്ത പാലമുണ്ടാക്കുന്നവരാ. പാലാരിവട്ടം പാലമുണ്ടാക്കിയ മുസ്ലിം ലീഗുകാരാ. നിങ്ങൾ ഏത് തരം മതത്തെ കുറിച്ച മുസ്ലിം എന്ന പേര് പോലും ലീഗ് നിങ്ങൾ നിങ്ങളുടെ പേരിന്റെ മുന്നിൽ നിന്ന് എടുത്തൊഴിവാക്കണം. എന്തുകൊണ്ടാ? കാരണം ഒരു മുസൽമാൻ മരിച്ചിട്ട് അവന്റെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവന്നാൽ ആ പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് പള്ളിയിൽ ഉസ്താദോ കാരണവന്മാരോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: ഇന്നാലിന്ന വ്യക്തിയുടെ മയ്യത്താണ് ഈ കൊണ്ടുവന്ന് കടത്തിയിട്ടുള്ളത്.
ഈ വ്യക്തിയുമായി നിങ്ങൾ ആർക്കെങ്കിലും വാക്കുതർക്കങ്ങൾ, എന്തെങ്കിലും വിദ്വേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഈ വ്യക്തിയുമായി നിങ്ങൾക്കാർക്കെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ പൊറുക്കാവുന്നത് പൊറുക്കണം. അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഇന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ആ സാമ്പത്തിക ഇടപാട് തീർക്കണം. ഇസ്ലാം ഒരാളുടെ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായി സൂചിപ്പിച്ചത് ഇതാണ്. ഈ നാടിനകത്തെ മുസ്ലിം ലീഗുകാരെ, നിങ്ങളുടെ നേതാക്കന്മാർ എത്ര പേർ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന പേരുപയോഗിക്കാൻ അർഹതയുണ്ട് എന്ന് പരിശോധിക്കണം. ഈ മണ്ണിന്, നമ്മുടെ മലബാറിന് ഇത് 2021 പ്രവേശിക്കുന്ന കാലമാണ്. 2021 നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമരത്തിന്റെ കാലം കൂടിയാണ്. 1921 വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ, ആലി മുസ്ലിയാരെ പോലെ, മമ്പുറത്തെ സയ്യിദ് അലവിക്കോയ തങ്ങളെ പോലെ ധീരദേശാഭിമാനികൾ ഈ നാടിന് വേണ്ടി സമരം നടത്തിയ ഒരു ഭൂതകാലമുണ്ട് നമുക്ക്. ഈ മണ്ണിനകത്ത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയം ഉണ്ടായി വന്നതെന്നാണ്? വലിയ തറവാട്ടു പാരമ്പര്യം പറയുന്നവരെ, 100 കൊല്ലം മുമ്പ് കൊടപ്പനക്കൽ തറവാട് ഉണ്ട് നമ്മുടെ മലപ്പുറത്ത്. ഈ കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് എത്ര പേർ മലബാർ കലാപത്തിൽ പങ്കാളിയായിട്ടുണ്ട്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂടെ അന്നത്തെ ഈ സമരത്തിന് നേതൃത്വം നൽകാൻ ഉണ്ടായിരുന്ന പലരും വന്നപ്പോ അവരെ കൂവി ഓടിച്ച പാരമ്പര്യമുള്ളവരാണ് അന്നത്തെ ലീഗുകാർ എന്ന ചരിത്രം മറന്നു പോകരുത് നിങ്ങൾ. എങ്ങനെയാ ലീഗ് മലപ്പുറത്തുണ്ടായത്? സമുദായത്തെ സേവിച്ചിട്ടാണോ? മുസ്ലിം ലീഗ് മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ എങ്ങനെ ശക്തിപ്പെട്ടു? ആ ചരിത്രം മാത്രം ഈ നാട് പരിശോധിക്കണം. ആ ചരിത്രം അറിയണമെങ്കിൽ നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് പോകണം. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കൊണ്ടോട്ടിയുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ മഞ്ചേരിയുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പണ്ട് നാടുകടത്തപ്പെട്ട നമ്മുടെ പൂർവികർ, നമ്മുടെ നാട്ടിൽ നിന്ന് നാടുകടത്തപ്പെട്ടവർ ബ്രിട്ടീഷുകാരന്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടിയതിന്റെ പേരിൽ ഈ പുളിക്കലിൽ നിന്നും ഈ കൊണ്ടോട്ടിയിൽ നിന്നും അടക്കം നാടുകടക്കപ്പെട്ട 100 കണക്കിന് ധീരദേശാഭിമാനികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ 1921 സമരം, മലബാർ സമരം ഒരു ദിവസത്തിന്റെ സമരമല്ല, 60ഓളം തുടർച്ചയായ യുദ്ധങ്ങൾ, ചെറുതും വലുതുമായ സമരങ്ങൾ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്നു. ആ കലാപത്തിന്റെ ഭാഗമായ മലബാറിലെ ധീരദേശാഭിമാനികളുടെ ആ വിപ്ലവത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം മനുഷ്യരെ നാടുകടത്തി പല നാടുകളിലേക്ക്, പ്രധാനമായും ആൻഡമാൻ നിക്കോബാറിലേക്ക്. വേറെ ഒരു കൂട്ടരെ ഈ നാടിനകത്ത് വെടിവെച്ചു കൊന്നു. എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മുടെ ധീരരായ രക്തസാക്ഷികളുടെ, ഷഹീദന്മാരുടെ കബറിടങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. എത്രയോ മനുഷ്യർ നാടുകടത്തപ്പെട്ടപ്പോ, എത്രയോ മനുഷ്യർ തൂക്കിലേറ്റപ്പെട്ടപ്പോ, എത്രയോ മനുഷ്യർ ആക്രമണങ്ങൾ കൊണ്ട് ശരീരം തളർന്ന് ജീവിതത്തിൽ പുറത്തിറങ്ങാനാവാതെ വീടകങ്ങളിൽ തന്നെ ഒതുങ്ങിയപ്പോ ഒരു കൂട്ടർ ഈ മണ്ണിനകത്തുണ്ടായി വന്നു. ആ കൂട്ടർ മലബാർ കലാപത്തെ ഒറ്റുകൊടുത്തവരാണ്. ആ കൂട്ടർ മലബാറിന്റെ ഭഗത് സിംഗ് എന്ന് വിളിക്കപ്പെട്ട മലബാറിന്റെ ഭഗത് സിംഗ് വക്കം അബ്ദുൽ ഖാദറിനെ താനൂറിന്റെ കടപ്പുറത്ത് ഒറ്റുകൊടുത്തവരാണ്. താനൂർ കടപ്പുറത്ത് മലബാർ ഭഗത് സിംഗ് വക്കം അബ്ദുൽ ഖാദറിനെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരുടെ ഖാൻ ബഹദൂർ പട്ടം വാങ്ങിയവരാണ് മുസ്ലിം ലീഗിന്റെ തറവാട്ട് പ്രമാണിമാർ എന്ന ചരിത്രം മറന്നു പോകരുത്. നോക്കണം നിങ്ങൾ, ഈ മലപ്പുറം ജില്ലയിൽ ഖാൻ ബഹാദൂർ പദവി ലഭിച്ച എത്ര തറവാട്ടുകാരണവന്മാരുണ്ട്. ആ തറവാട്ടുകാരണവന്മാർ പഴയ ലീഗ് പ്രമാണിമാരാണ്. എന്തിന്? 1947 ഓഗസ്റ്റ് 15 ഈ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്ര രാജ്യമായി മാറിയിട്ടുണ്ട്. 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ നാട് 10 കൊല്ലം കഴിഞ്ഞിട്ട നമ്മുടെ നാടിനകത്ത് മുസ്ലിം പള്ളികളിൽ നിന്ന് മൈക്കിലൂടെ ബാങ്ക് വിളിക്കാനുള്ള അവകാശമുണ്ടായത് എന്ന ചരിത്രം മറക്കരുത്. ലീഗെ നിങ്ങൾ വാങ്ങിത്തന്നതല്ല. ഈ മലപ്പുറത്ത ഈ പെരിന്തൽമണ്ണയില പുലാമന്തോള്, ആ പുലാമന്തോളിലേക്ക് നിങ്ങൾ പോയ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരാ, നിങ്ങളുടെ മന്ത്രി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ കേരളം മലബാറായിരുന്നു, തിരുവിതാംകൂറായിരുന്നു, കൊച്ചിയായിരുന്നു. അതിൽ തിരുവിതാംകൂറും തിരുക്കൊച്ചിയും ഒരു ഭാഗം, ബാക്കി വരുന്ന മലബാർ മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗം.
ആ മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് 1947 മുതൽ നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നമ്മുടെ മലബാർ ഭരിച്ചത് രാജാജി എന്ന മുഖ്യമന്ത്രിയാ. കാരണവന്മാർക്ക് ഓർമ്മയുണ്ടാവും. ആ രാജാജി മുഖ്യമന്ത്രിയായിരുന്നപ്പോ അന്നത്തെ മദ്രാസ് ഗവൺമെന്റിൽ മുസ്ലിം ലീഗുകാരായ 4 പേർ MLA-മാരായിട്ടുണ്ടായിരുന്നു. ആ 4 പേർ MLA-മാരുണ്ടായിരുന്ന ആ കാലത്ത് പോലും ഈ കേരളത്തിൽ മലബാറിൽ മുസ്ലിം പള്ളി പണിയാൻ ഗവർണർ, അന്നത്തെ കളക്ടറുടെ, ബ്രിട്ടീഷ് കളക്ടറുടെ പ്രത്യേക അനുമതി പത്രം വേണം. പള്ളിയിൽ നിന്ന് മൈക്കിലൂടെ ബാങ്ക് വിളിക്കാൻ കളക്ടറുടെ അനുമതി പത്രം വേണമെന്ന നിരോധന നിയമം നീക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ഈ നാടിനകത്തെ സാധാരണ മനുഷ്യർ, ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഉൾപ്പെടെ, സഖാവ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരി പാടുന്ന ആധുനിക കേരളത്തിന്റെ ശില്പി സഖാവ് EMS കാണാൻ പോയത്. അങ്ങനെ EMS ഗവൺമെന്റ് ആണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ, കേരളം എന്നാൽ ഇന്നത്തെ കേരളമല്ല, അന്നത്തെ മലബാർ. ആ മലബാറിൽ പള്ളി പണിയാൻ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന നിരോധന ഉത്തരവ് നീക്കിക്കൊടുത്തത്. അതുകൊണ്ടാ പെരിന്തൽമണ്ണയിലെ പുലാമന്തോളിൽ ഇപ്പോഴും EMS പള്ളി എന്ന പേരിൽ ചരിത്രം, ആ പേര് വിളിക്കുന്ന പള്ളിയുള്ളത്. അത് ഇടതുപക്ഷത്തിന്റെ നേട്ടം. ഇടതുപക്ഷം ഈ നാടിനകത്ത് ഒരു മതത്തിന്റെയും ശത്രുക്കളല്ല, ഒരു മതവിശ്വാസത്തിന്റെയും ശത്രുക്കളല്ല. മുസ്ലിങ്ങൾക്ക് MSPയിൽ ജോലി കൊടുക്കാത്ത കാലമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത്. MSP മലബാർ സ്പെഷ്യൽ പോലീസിനകത്ത് മുസ്ലിമായാൽ ജോലി കിട്ടാത്ത കാലമുണ്ടായിരുന്നു. ആ നിരോധനം നീക്കിക്കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. എന്തിന് മുസ്ലിം ലീഗുകാരാ? നിങ്ങളുടെ നേതാവായ CH മുഹമ്മദ് കോയെ മുസ്ലിം ലീഗിനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചത് ഇടതുപക്ഷമാണ്. അന്ന് കുറച്ചെങ്കിലും മാന്യതയുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. എന്നാൽ ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവർക്ക് അധികാരത്തിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്നവരായി മാറുന്നു. അധികാരം നഷ്ടപ്പെട്ടാൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരായി ലീഗ് മാറുന്നു. അതിന്റെ തെളിവാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംഭവിക്കുന്നത്. കാഞ്ഞങ്ങാട്ടിൽ മാത്രമല്ല, നമുക്ക് ചുറ്റിനും എത്ര, എന്തിന് നിങ്ങൾ നോക്ക്, പള്ളിക്കൽ ബസാർ. നമ്മുടെ പള്ളിക്കൽ ബസാറിൽ മീൻ കച്ചവടം നടത്തിയ സുഹൃത്ത് ഏപ്പിക്കാരനായി പോയി എന്നതുകൊണ്ട് പഞ്ചായത്തിന്റെ അനുവാദം പോലും വാങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മീൻ കച്ചവടം നടത്തുന്ന സ്ഥാപനം ഇടിച്ചു പൊളിച്ചു മാറ്റിയത് ഇവിടുത്തെ ലീഗ് പ്രമാണിമാരാ. അവർക്ക് ലീഗിനെതിരെ നിന്നാൽ ആരെയും ശത്രുക്കളാക്കും. എന്തിന്? ഭരണം നഷ്ടപ്പെട്ടാൽ എന്ത് നെറികേടും കാണിക്കുന്ന ഒരു കൂട്ടരായി മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തെ ആകെ വിമർശിക്കുന്നതാണ് എന്നവർ വരുത്തി തീർക്കും. അങ്ങനെ വരുത്തി തീർക്കാൻ അവർക്ക് ചില പ്രൊഫഷണൽ മതവേഷധാരികളായ ചില ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഞങ്ങളുടെ നിലമ്പൂർ സ്വദേശിയാണ്. മൂപ്പരെ പ്രസംഗം ഇടക്കിടക്ക് ഇവരിങ്ങനെ കൊണ്ടുവന്നിടും. ഇപ്പോഴും അതാണ് പറച്ചില്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ കോണി വെടിച്ച് വേങ്ങരക്കാരായ മുഴുവൻ ആളുകളും ഇപ്പൊ ഏകദേശം സ്വർഗം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കൊല്ലത്തിനിടക്ക് 7 വട്ടൊക്കെയാണ് കോണിക്ക് വോട്ട് എന്നാണ് കേട്ടത്. ഇനിയും വോട്ട് ചെയ്താൽ അവർ സ്വർഗം ഏകദേശം ഉറപ്പാവും. എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം, ലീഗിന് വേണ്ടി പണിയെടുത്താൽ പടച്ചോന്റെ സ്വർഗം കിട്ടും ഉറപ്പ് എന്ന് പറയാൻ റഹ്മത്തുള്ള കാസിമിമാരെ കിട്ടും, ബുദ്ധിയുള്ള മുസ്ലിയാക്കന്മാരെ കിട്ടില്ല. അങ്ങനെ ബുദ്ധിയുള്ളവർ ഇതിനെ എതിർത്തപ്പോ അവർക്കെതിരെ പലതും ചെയ്തും പല രീതിയിൽ ഉപദ്രവിച്ചും. നോക്കൂ നിങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ, കേരളം ആദരിക്കുന്ന മഹാപണ്ഡിതനായ ആ വ്യക്തിത്വത്തെ മണ്ണാർക്കാടിൽ നിയമസഭയിലേക്ക് ഒരു സീറ്റ് ജയിച്ചു എന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കെട്ടൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞ പാർട്ടിക്കാരന്റെ പേരാ മുസ്ലിം ലീഗ്. നെറികേടിന്റെ ആ ആൾ രൂപങ്ങൾ. പാലക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമല്ല യഥാർത്ഥ ജനാധിപത്യത്തിന്റെ വിദ്യാഭ്യാസം. നിങ്ങൾ പഠിക്കേണ്ടത് ലീഗിന്റെ തറവാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ആ നെറികേട് മുഴുവൻ ഈ നാടിനകത്തെ സാധാരണക്കാരന്റെ നേരെ കൊണ്ടുവന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനകത്തെ സാധാരണക്കാർ അത് തിരിച്ചു ചോദിക്കും. കാരണം ഈ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടായി വന്ന ചരിത്രം, ആ ചരിത്രം മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
മുസ്ലിം ലീഗ് ഈ നാടിനകത്ത് മലബാർ കലാപത്തിന്റെ സമയത്തുണ്ട്. കേരളത്തിൽ ഈ മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ട്. മലബാർ കലാപം നടക്കുമ്പോ 1921 ഓർമ്മയാണ് 2021 എന്നാണ് മുസ്ലിം ലീഗ് ഉണ്ടായത്. മുസ്ലിം ലീഗിന്റെ ചരിത്രം 1906 ആരംഭിക്കുന്നുണ്ട്. ഈ നാട്ടിൽ BJP RSS ഉണ്ടാവുന്നതിന് മുമ്പ് 1906 മുസ്ലിം ലീഗ് ഇന്ത്യ മഹാരാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ മുസ്ലിം ലീഗിന്റെ ഘടകം നമ്മുടെ കേരളത്തിനകത്ത് 1915 മുതൽ ശക്തമായിട്ടുണ്ട്. തലശ്ശേരിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കൗൺസിലുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1915 മുതൽ ശക്തമായ മലബാറിലെ മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് പഴയ മലബാർ കലാപത്തോട് സ്വീകരിച്ചത്? 1921 ഇന്നത്തെ കാലം മാത്രമല്ല, അന്നത്തെ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഈ നാടിനകത്തെ മഹാനായ സൂഫി വര്യൻ മമ്പുറം തങ്ങളുമൊക്കെ നേതൃത്വം നൽകിയ ആ മലബാർ കലാപത്തെ ഒറ്റുകൊടുക്കാൻ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് ഖാൻ ബഹാദൂർ പട്ടം വാങ്ങാൻ വേണ്ടി, ബ്രിട്ടീഷുകാരന്റെ അരുമയാകാൻ വേണ്ടി അവരുടെ കൂടെ നിന്നവരാ ഇന്നത്തെ ലീഗ് പ്രമാണിമാർ, പഴയ നേതാക്കന്മാർ. മലബാറിലെ സമരസേനാനികൾ ജയിലിലേക്ക് പോയപ്പോ, തൂക്കിലേറ്റപ്പെട്ടപ്പോ അവർക്ക് ഈ നാടിനകത്ത് പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തിന് ഒരു നേതൃത്വത്തിന്റെ ഗ്യാപ്പ് വന്നു. അങ്ങനെയാണ് ഒരുപാട് ആളുകൾ നാടുകടത്തപ്പെട്ടു, ഒരുപാട് ആളുകൾ അടിച്ചമർത്തപ്പെട്ടു, ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വമായി നിന്നിരുന്ന വാരിയൻ കുന്നൻ ഉൾപ്പെടെയുള്ള ആളുകളെ ബ്രിട്ടീഷുകാർ കൊന്നുതള്ളി. അങ്ങനെ കൊന്നുതള്ളിയപ്പോ ഇവിടത്തെ മലബാർ മുസ്ലിംസിനിടയിൽ ഒരു നേതൃത്വത്തിന്റെ ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പിലേക്ക് കയറി വന്നിട്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ശക്തിപ്പെട്ടു തുടങ്ങിയത്. അതല്ലാതെ മലബാറിന്റെ ചരിത്രത്തെ അവർ ഒരു ഘട്ടത്തിലും ഇവിടുത്തെ സാധാരണ മുസ്ലിം സമുദായത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടേയില്ല. എന്നിട്ട് അവര് പറയും മുസ്ലിങ്ങളെയൊക്കെ മെച്ചപ്പെടുത്തിയത് അവരാണ്. മുസ്ലിങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ കേരളത്തിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ നാടിനകത്തുണ്ടായിരുന്ന ഇവിടുത്തെ മുസ്ലിം വിദ്യാഭ്യാസമാണ്, പ്രത്യേകിച്ച് മദ്രസ വിദ്യാഭ്യാസം. 2, മലബാറിലെ മുസ്ലിം സമുദായത്തിലേക്ക് ഗൾഫ് നാടുകളിലേക്ക് പോകാൻ, പ്രത്യേകിച്ച് 1960 മുതൽ രൂപപ്പെട്ടു വന്ന 1970 ശക്തിപ്പെട്ട ഗൾഫ് ബൂമാണ്. അഥവാ സാമ്പത്തികമായി മുസ്ലിം സമുദായം മെച്ചപ്പെട്ടു തുടങ്ങിയത്. അതിനുശേഷം ഈ നാടിനകത്തെ സാധാരണക്കാർ വിദ്യാഭ്യാസത്തിലൂടെയാണ് പുരോഗതി നേടിയത്. ആ വിദ്യാഭ്യാസപരമായ പുരോഗതി ഈ നാടിന് സാധ്യമാക്കിയത് ഇടതുപക്ഷമാണ്. ജോസഫ് മുണ്ടശ്ശേരി എന്ന കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ ബിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ മുസ്ലിമിനോ ക്രൈസ്തവർക്കോ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർക്കോ ഇന്നത്തെ രീതിയിൽ നിവർന്നു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമുക്ക് മുന്നോട്ട് കുതിക്കണം. എന്തൊക്കെ ദുരന്തങ്ങൾ വന്നാലും, പ്രളയം വന്നാലും, ഓക്കി വന്നാലും, ദുരന്തങ്ങൾ ഏതു വന്നാലും നമ്മെ തെർത്തുപിടിക്കുന്ന ഭരണാധികാരികൾ ഈ നാടിനുണ്ടാവണം. നോക്കൂ, 2021 നമ്മുടെ നാട് മറ്റൊരു ഭീകരതയെ അഭിസംബോധന ചെയ്യുകയാണ്. എപ്പോഴാണ് കൊറോണ വന്നത്? കോവിഡ് വന്ന കാലം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഷഹീൻ ബാഗിനകത്ത് ഈ നാടിനകത്തെ സാധാരണ മനുഷ്യർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അത്യുജ്വലമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കൊറോണ എന്ന കൊച്ചു വൈറസ് നമ്മുടെ സമരങ്ങളെ ആകെ ദുർബലപ്പെടുത്തിയത്. 2021 വീണ്ടും പൗരത്വ ഭേദഗതി നിയമവുമായി വരുമെന്നും NRCയിലൂടെ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നാടുകടത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും RSSന്റെ നേതാക്കന്മാർ അമിത്ഷായെ പോലെയുള്ളവർ പരസ്യമായി പറയുന്ന സമയത്ത് ഓർക്കുക, 2024 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മണ്ണിൽ നടക്കാനുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള കുഞ്ഞാലിക്കുട്ടിമാർ ഫാസിസത്തിനെതിരെ പോരാടാൻ
കുഞ്ഞാപ്പ ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ് വണ്ടി കയറി പോയവർ ആ വണ്ടി തിരിച്ച് ബിരിയാണി ചെമ്പ് ചൂടായപ്പോ മലപ്പുറത്തേക്ക് തിരിച്ചു വരുമ്പോ അങ്ങനെ തിരിച്ചു വന്ന കുഞ്ഞാപ്പമാർ ഇവിടത്തെ അങ്ങാടിയിൽ സൊറ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പണ്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ ഈ നാട് തോൽപ്പിച്ച, ഈ നാടിനകത്തെ ഉജ്ജ്വലനായ പോരാളി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ സഖാവ് VP സാനു ഈ സമയത്തും സാനു അങ്ങ് ഡൽഹിയിലുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ അതിഭീകരമായ തണുപ്പാണ്. ഇന്നലെയും സഖാവ് സാനുവുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഏകദേശം 9 മണിയാകുമ്പോഴേക്കും അവരെല്ലാവരും ആ ചെറിയ ചെറിയ കുടിലുകളിൽ താമസിക്കാൻ അവർ ഉറങ്ങാൻ കിടക്കും. കാരണം അത്ര ഭീകരമായ തണുപ്പുണ്ട്. ആ തണുപ്പത്ത് പോലും ലക്ഷക്കണക്കിന് മനുഷ്യർ, നൂറുകണക്കിന് മനുഷ്യർ ഡൽഹിയിൽ സമരം നടത്തുമ്പോ ആ സമരത്തോടൊപ്പം കർഷകരോടൊപ്പം അണിനിരക്കാൻ നമ്മൾ ഇവിടെ മലപ്പുറത്ത് പരാജയപ്പെട്ട MP എന്ന് പറയാൻ പറ്റില്ല, പരാജയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് അവിടെ ഉണ്ട്. അതേ സ്ഥാനത്ത് ജയിച്ച ആളുകൾ അടുത്ത നിയമസഭയിലേക്ക് സീറ്റ് വാങ്ങാൻ വരുന്ന കുഞ്ഞാലിക്കുട്ടിയോട് ഏതെങ്കിലും ലീഗുകാരൻ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ലീഗിന്റെ സുഹൃത്തെ ഒന്ന് പറഞ്ഞേക്കണം, കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥ വരും. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച് കഷ്ടകാലത്തിനെങ്ങാനും ജയിച്ചു പോയാൽ പ്രതിപക്ഷ നേതാവാകാൻ ഈ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സമ്മതിക്കുവോ എന്നറിഞ്ഞൂടാ. എന്തായാലും പ്രതിപക്ഷ ഉപനേതാവായിട്ട് നിങ്ങൾക്ക് നിയമസഭയിൽ ഇരിക്കാം. അന്നും കാണും കേരളത്തിന്റെ പടത്തലവൻ, ഈ നാടിന്റെ കപ്പിത്താൻ സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തന്നെ ഉണ്ടാവും. അന്നും ഉണ്ടാവും സഖാവ് KT ജലീൽ. അപ്പൊ വീണ്ടും രാജിവെച്ചിട്ട് പാർലമെന്റിലേക്ക് പോവേണ്ടി വരും. ഈ കൂട്ടരെയല്ല നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ജനങ്ങളെ ചെറുത്തുപിടിക്കുന്നവരെ. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും ഒരുമിച്ച് നിർത്താൻ ശേഷിയുള്ളവരെയാണ്. 2025 എന്നൊരു വർഷം നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട്. 2025 ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ ഒരു വർഷമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എഴുതി വെച്ചോളൂ. 2025 ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരതയുടെ വർഷങ്ങളിൽ ഒന്നായി മാറും. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇല്ലാതാക്കപ്പെട്ടേക്കാവുന്ന വർഷം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതാക്കപ്പെട്ടേക്കാവുന്ന വർഷം, ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു വിഷവിത്ത് പിറവി കൊണ്ടതിന്റെ 100ാം വാർഷികം 1925 പിറവി കൊണ്ട RSS ഈ രാജ്യത്ത് 100 വർഷം തികയ്ക്കുന്ന വർഷമാണ് 2025. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ RSSന്റെ ഭരണ സംവിധാനം നിലവിൽ വന്നാൽ 2025 ഈ രാജ്യം ഒരു മതേതര രാജ്യം അല്ലാതാക്കപ്പെടും. ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം അല്ലാതാക്കപ്പെടും. RSSന്റെ പുസ്തകങ്ങളിൽ, അവരുടെ വിചാരധാരയിൽ, അവരുടെ ഗോൾവാൾക്കർ എഴുതി വച്ചിട്ടുണ്ട്, ഇന്ത്യ മതേതര രാജ്യം ആവരുത് എന്ന്. അവർ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുമ്പോ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു വിഭാഗവും ഈ നാടിന്റെ ജനാധിപത്യത്തിന് കരുത്തു പകരില്ല. എല്ലാ വിഭാഗം മതരാഷ്ട്രവാദികളും എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ അവരെ എതിർക്കുമ്പോ അതൊക്കെ മതത്തെ എതിർക്കലാണ് എന്ന് പറയരുത്. ഗോൾവാൾക്കറുടെ മതരാഷ്ട്രവാദം വിമർശിക്കപ്പെടുകയും മൗദൂദിയുടെ മതരാഷ്ട്രവാദം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സ് ഇടതുപക്ഷത്തിനില്ല, CPM-നില്ല. എങ്ങനെയാണോ ഗോൾവാൾക്കർ മതരാഷ്ട്രവാദം എഴുതി വെച്ചത്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗദൂദി എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന 2 പേരാണ്. ഒരാൾ ഗോൾവാൾക്കർ, മറ്റൊരാൾ മൗദൂദി. മൗലാന അബുൽ അല മൗദൂദി, ഗുരുജി ഗോൾവാൾക്കർ. ഒരാൾ RSSന്റെ നേതാവ്, മറ്റൊരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്. മൗദൂദി ചെയ്തത് എന്താണോ അത് തന്നെ ഗോൾവാൾക്കർ ചെയ്തു. ഗോൾവാൾക്കർ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരവും നടത്തിയിട്ടില്ല, ഒരു ഘട്ടത്തിലും ജയിലിൽ കടന്നിട്ടില്ല. മൗദൂദിയും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിട്ടില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി ജയിലിൽ പോവുകയോ കേസുകൾ ചാർത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് മൗദൂദി വാദത്തെ നമ്മൾ എതിർക്കുമ്പോ അത് ഇസ്ലാമിനെ എതിർക്കലായി ഇവർ പറയുന്നു?
പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ച ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്. അത് ഹുബ്ബുൽ വതനു മിനൽ ഈമാൻ എന്ന വാക്കാണ്. രാജ്യസ്നേഹം ഈമാന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചവരാണ് ഈ നാടിനകത്തെ മതപണ്ഡിതന്മാർ, ഇവിടത്തെ സൂഫി വര്യന്മാർ. ഇവിടത്തെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏടുകളിലെല്ലാം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. എന്നാൽ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രമല്ല ഇവിടത്തെ യഥാർത്ഥ ഇസ്ലാമിന്റെ ചരിത്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം അത് എഴുതി വച്ചിട്ടുണ്ട്. പുസ്തകം പബ്ലിഷ് ചെയ്തത്, പ്രസിദ്ധീകരിച്ചത് ഞങ്ങളല്ല, ദേശാഭിമാനിയല്ല, IPB അല്ല. അത് പ്രസിദ്ധീകരിച്ചത് IPH, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, കാലിക്കറ്റ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണശാലയാണ്. ആ പ്രസിദ്ധീകരണശാല പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് ദേശീയത്വം, മതേതരത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം. ഈ പുസ്തകം ഞങ്ങളുടേതല്ല, ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്. ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, പുസ്തകത്തിന് വെറും 34 പേജ്. ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 24. ഇവിടെയുള്ള ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ആ പുസ്തകത്തിൽ ഇല്ല എന്ന് തോന്നുന്നുവെങ്കിൽ എന്റെ ഫോൺ നമ്പർ എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തേണ്ട സമയം മാത്രം ആ പുസ്തകത്തിന്റെ കോപ്പി, അതിന്റെ പേജ് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്തു തരും. നോക്കൂ, ജനാധിപത്യത്തിൽ വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്താണ് എന്ന് ഏതെങ്കിലും ഒരു ഇസ്ലാം മത പണ്ഡിതൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? എത്രയോ മതപണ്ഡിതന്മാർ ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? ഏതെങ്കിലും ഒരാൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ ജനാധിപത്യത്തിൽ വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന്? എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം എഴുതിയത് മൗലാന അബുൽ അഅ്ല മൗദൂദി. ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 24. ദേശീയത്വം, മതേതരത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം. പുസ്തകത്തിൽ പറയുന്നു, ജനാധിപത്യത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഇസ്ലാമിനെയും ഈമാനിനെയും പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് ശിർക്കാണ്. നിങ്ങൾ ഹുക്കുമത്തെ ഇലാഹി, അള്ളാഹുവിന്റെ ആധിപത്യമാണ് വേണ്ടത്, ജനത്തിന്റെ ആധിപത്യമല്ല. അതുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കൽ ശിർക്കെന്നാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. മുസ്ലിം ഇസ്ലാമിക നിയമത്തിൽ ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്, ദൈവത്തിന് പകരം മറ്റൊരാളെ കൂട്ടൽ. ആ മഹാപാപമാണ് ജനാധിപത്യം എന്ന് പറയുന്ന കൂട്ടരാ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. മതേതരത്വത്തിൽ വിശ്വസിച്ചാൽ ഈമാനിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കലാണ് എന്ന് എഴുതി വച്ചവൻ എങ്ങനെയാണ് ഒരു മതേതര സമൂഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുക? അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകരവാദികളെ കൂട്ടുപിടിക്കുന്ന ഭീകരവാദത്തിന്റെ ആൾരൂപങ്ങളായ മുസ്ലിം ലീഗിന്റെ നെറികെട്ട രാഷ്ട്രീയത്തെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അതൊക്കെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യലാണ് എന്ന് വരുത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട. കാരണം ഈ നാടിനകത്തെ മുസ്ലിം സമുദായത്തിനറിയാം, ഈ നാടിനകത്തെ ക്രൈസ്തവർക്കറിയാം, ഈ നാടിനകത്തെ ഹൈന്ദവർക്കറിയാം, ഈ നാടിനകത്ത് മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും അറിയാം. നമ്മൾ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പള്ളിയിലെ ഇമാമാവാനല്ല, ഈ പള്ളിയിലെ ഖത്തീബാകാനല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റാനാണ്, ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീട് വാങ്ങിക്കൊടുക്കാനാണ്, ഇവിടെ റോഡ് ഉണ്ടാവാനാണ്, ഇവിടുത്തെ ജനങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ നുണപ്രചരണങ്ങളുമായി, എന്തൊക്കെ പിന്തിരിപ്പനാശയങ്ങളുമായി മതം ഉപയോഗപ്പെടുത്തി ആരൊക്കെ വന്നാലും RSS എങ്ങനെയാണോ മതത്തെ ഉപയോഗപ്പെടുത്തി അവരുടെ അധികാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമി മതത്തെ ഉപയോഗപ്പെടുത്തി അവരുടെ അധികാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് തന്നെയാണ് മുസ്ലിം ലീഗും ചെയ്യുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയണമെന്ന് ഈ നാടിനകത്തെ സാധാരണ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരോട്, തലച്ചോറ് ബാക്കിയുള്ള മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ച യുവാക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നില്ല. കാരണം നിങ്ങൾ മുസ്ലിം ലീഗുകാരനായിട്ടാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് കാവി പടരുന്ന ഇന്ത്യയിൽ കാവി ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ ചുകപ്പല്ലാതെ മറ്റാരാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുണ്ടാവും.
ഇടതുപക്ഷത്തിന്റെ കൂടെ എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. നിങ്ങൾ പിടിച്ച പച്ചക്കൊടിയെ, നിങ്ങൾ പിടിക്കുന്ന കാവിക്കൊടിയെ, നിങ്ങൾ പിടിക്കുന്ന നെറികേടിന്റെ പതാകകളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ചെമ്പതാക പിടിക്കാൻ ഈ നാട് ഒരുമിച്ച് കടന്നു വരുന്ന കാലം വിദൂരമല്ല എന്നോർമ്മിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിന് വേണ്ടി കൂടെയിരിക്കാൻ, ഈ നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്തവർ നിങ്ങളോടൊപ്പമുണ്ടാവും. അങ്ങനെ നിഷ്പക്ഷമായി സത്യസന്ധമായി ഈ നാടിലെ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു ഭരണസമിതിയായി പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഭരണസമിതിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ കൊന്നുതള്ളുന്ന തമ്മാടികളോട്, ഞങ്ങളെ പ്രിയപ്പെട്ട ഔഫ് ഉൾപ്പെടെയുള്ള സഖാക്കളെ വെട്ടിനുറുക്കി ഇല്ലാതാക്കുന്നവരോട് ഈ ചെമ്പതാകെ ചൂണ്ടി ഞങ്ങൾ ഇങ്ങനെ പാടും: ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഈ മർത്യധീരത തൻ പതാക താഴും വരെ ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഈ മണ്ണിനകത്ത് വെളിച്ചമാകാൻ, മതേതരത്വത്തിന്റെ കരുതലാവാൻ, ഹിന്ദുവിനും മുസ്ലിമിനും മതമുള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു നല്ല നാളെ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. പ്രഭാത് പട്നായിക് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ സാമ്പത്തിക ചിന്തകൻ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രഭാത് പട്നായിക് ചോദിച്ചു, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്തു പ്രസക്തി എന്നതല്ല പ്രസക്തമായ ചോദ്യം. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനെന്തു പ്രസക്തി എന്നതല്ല പ്രസക്തമായ ചോദ്യം. ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്കെന്തു പ്രസക്തി എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാവി ഭീകരത പകരുന്ന കാലത്ത് ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരുമിച്ച് നിൽക്കുന്ന മതേതര ജനാധിപത്യ ഇന്ത്യ ബാക്കിയാവുന്നതിനു വേണ്ടി, ഒരാളും മതത്തിന്റെ പേരിൽ നാട് കടത്തപ്പെടാത്ത ഒരു ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. കൂടുതൽ ശക്തമായി ഈ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നതോടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ പഞ്ചായത്ത് കിട്ടി, ഇനി കുറച്ച് സ്വസ്ഥായിട്ടിരിക്ക എന്ന് കരുതരുത്. പഞ്ചായത്ത് കിട്ടിയാ പോരാ, നിയമസഭ കിട്ടിയാ പോരാ, ഇന്ത്യ ബാക്കിയാവണം. ഇന്ത്യ ബാക്കിയാവണമെങ്കിൽ ചെമ്പതാക ബാക്കിയാവണം, പൊരുതാനുള്ള കരുത്ത് ബാക്കിയാവണം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ കരുത്തോടെ, ജാഗ്രതയോടെ, പുളിക്കലിലെ ജനതയ്ക്ക് കൂടുതൽ കൂടുതൽ രാഷ്ട്രീയ ജാഗ്രതയോടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ മുന്നോട്ടു പോവാനാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും, സഖാക്കളെയും, നാട്ടുകാരെയും, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ സുഹൃത്തുക്കളെയും എല്ലാം ഇടനെഞ്ചോട് ചേർത്തു പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ലാൽ സലാം. അഭിവാദ്യങ്ങൾ. 1,00,000 ബ്രിക്സുകൾ ഒരേ സമയം വാട്ടർ ക്യൂറിംഗ് ചെയ്യുവാൻ സംവിധാനമുള്ള 25 വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള കേരളത്തിലെ നമ്പർ 1 സ്ഥാപനമായ പറമ്പാട് അത്യാധുനിക രീതിയിലുള്ള നിർമ്മാണ രംഗത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 1,00,000 ബ്രിക്സുകൾ ഒരേ സമയം വാട്ടർ ക്യൂറിംഗ് ചെയ്യുവാൻ